തേജസിന്റെ തകർച്ചയിലെ ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് ഇന്ത്യക്ക് ഒരു വലിയ സാധ്യതയിലേക്കാണ് ഈ തകർച്ച നമ്മളെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ യുദ്ധതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തലായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചൈന അവരുടെ അമേരിക്ക അവരുടെ F-35 നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മളത് വാങ്ങിയില്ല. നമ്മൾ പറഞ്ഞ അതിൻ്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ തരണമെന്ന് പറഞ്ഞു. അമേരിക്ക അതിന് തയ്യാറായില്ല. തന്നെയുമല്ല, അവർ തരികയാണെങ്കിലും അതിൻ്റെ ലേറ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ വേരിയേഷൻ വരുത്തിയേ തരൂ, സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് കൈമാറുകയില്ല തുടങ്ങിയ ദുരൂഹതകൾ അമേരിക്കയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ റഷ്യ Su-57 എന്ന് പറഞ്ഞ ഒരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള 5th ജനറേഷൻ ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞു. അത് എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടി തരികയും ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങാം എന്ന രീതിയിൽ പറയുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ആയുധ വിപണിയിലേക്ക് ഇന്ത്യ അതിശക്തമായിട്ട് പ്രവേശിക്കുന്നതിൽ എതിർപ്പുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ എന്നതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അമേരിക്കയുണ്ട് എന്നുറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ മറ്റൊരു ദിശയിലാണ് നമ്മൾ കാണുന്നത്.